ഒന്നാമത്തെ വാദം, ജുമുഅ സ്ത്രീകൾ ഓരോന്നായി പറയാം, ചിരിക്കാനിരിക്കട്ടെ, ഓരോന്നായി പറയാം. വലം നഅലം മിൻ ഉമ്മഹാത്തിൽ മുഅ്മിനീൻ, ഉമ്മഹാത്തിൽ മുഅ്മിനീകളിൽ നിന്ന് നാം അറിയുന്നില്ല ഇംറഅത്തൻ ഒരു സ്ത്രീയെയും ഖറജത് ഇലാ ജുമുഅത്തിൻ വലാ ജമാഅത്തിൻ ഫീ മസ്ജിദിൻ. ആരാ പറയുന്നത്? ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു. ഇല്ല, ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിൽപ്പെട്ട ഒരാളും നാം അറിയുന്നില്ല, അവർ പോയിട്ടില്ല. ഇലാ ജുമുഅത്തിൻ, ഒരു ജുമുഅക്കും പോയിട്ടില്ല. വലാ ജമാഅത്തിൻ, ഒരു ജമാഅത്തിനും പോയിട്ടില്ല. ഫീ മസ്ജിദിൻ, ഒരു പള്ളിയിലും പോയിട്ടില്ല. ആരാ പറയുന്നത്? ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു. വഅസ്വാജു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യമാരല്ലേ ബിമകാനിഹിന്ന മിൻ റസൂലില്ലാഹി ഔലാ ബിഅദാഇൽ ഫറായിദ്, അവരല്ലേ ഫർള് നിർവഹിക്കാൻ ഏറ്റവും ബന്ധപ്പെട്ടത്, അവര് പോയിട്ടില്ല. വലം യുർഫഅൻഹുന്ന മിനൽ ഫറായിദ് ശൈഉൻ, അവർക്ക് പ്രത്യേകമായി ഫർളിൽ എന്തെങ്കിലും ഒരു റിഡക്ഷൻ ഉണ്ടോ? അതുണ്ടായിട്ടില്ലല്ലോ. മാത്രമല്ല വലം നഅലം അഹദൻ ഔജബ ദാലിക അലൻ നിസാഇ ഇത്യാനൽ ജുമുഅ, എന്നാൽ ജുമുഅക്ക് വരൽ നിർബന്ധമാണെന്ന് ആരെങ്കിലും പറഞ്ഞതായി നമുക്കറിയില്ല. അത്ഭുതം എന്നേ പറയണ്ടു. കുല്ലുൻ റവാ അന്നൽ ജുമുഅത അലാ കുല്ലി അഹദിൻ ഇല്ല ഇംറഅ ഔ മുസാഫിറൻ ഔ അബ്ദൻ. മാത്രമല്ല റിവായത്തുണ്ടല്ലോ എന്ത്, സ്ത്രീക്ക് ജുമുഅ നിർബന്ധമില്ല എന്ന്. എന്നാൽ നിങ്ങൾക്ക് അത്ഭുതം കേൾക്കണോ? ഈ മുജാഹിദുകളുടെ നേതാവായ MCC അഹ്മദ് മൗലവി എന്ന് പറയുന്ന അദ്ദേഹം പറഞ്ഞു ജുമുഅക്ക് വരെ സ്ത്രീകൾക്ക് നിർബന്ധമാകുന്നു. കഴിഞ്ഞില്ല, നിർബന്ധമാകുന്നു എന്ന് മാത്രമല്ല, ആരെങ്കിലും ജുമുഅക്ക് അല്ലെങ്കിൽ പള്ളിയിലേക്ക് പെണ്ണുങ്ങളെ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ അവരെ അടിച്ചുകൊണ്ട് കൊണ്ടുവരേണ്ടത് ദീനറിയുന്ന ആളുകളുടെ ആണുങ്ങളുടെ ബാധ്യതയാകുന്നു. കഴിഞ്ഞില്ല, നിങ്ങൾക്ക് അത്ഭുതം തോന്നും. അദ്ദേഹം പറഞ്ഞെന്താ അറിയോ? ബാങ്ക് കൊടുത്താൽ പള്ളിയിൽ പോലെ ആണിനും പെണ്ണിനും അനിവാര്യമാണ്. പോയിട്ടില്ലെങ്കിൽ അത് അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിനെ തിരസ്കരിക്കലാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിനെ തിരസ്കരിച്ചാൽ കാഫിറാകുമെന്നാണ് അർത്ഥം. എന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്ത് ഉപേക്ഷിച്ച് അങ്ങനെ പള്ളിയിലേക്ക് സ്ത്രീകൾ പോവാതിരുന്നാൽ അവർ കാഫിറുകളാകുന്നു. ആരാ പറയുന്നത്? MCC അഹ്മദ് മൗലവി. ആ കാഫിറുകളാണ് എന്ന് പറഞ്ഞ കാഫിറുകളാണ് എന്ന് നേരത്തെ പറഞ്ഞ മുജാഹിദുകൾ ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നുവെന്നറിയുമോ? ഇത് ഇസ്ലാഹി സെന്റർ പ്രസിദ്ധീകരിച്ച ANMന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഇസ്ലാഹി സെന്റർ പ്രസിദ്ധീകരിച്ച പുസ്തകമാണ്. അതിൽ പറയുന്നു 198-ാമത്തെ പേജിൽ, സ്ത്രീകൾക്ക് വീട് തന്നെ ഉത്തമം. സ്ത്രീകൾക്ക് വീട് തന്നെ ഉത്തമം. സ്ത്രീകൾ പള്ളിയിൽ നിസ്കരിക്കാമെങ്കിലും വീട് തന്നെയാണ് സ്ത്രീകൾക്ക് കൂടുതൽ ഉത്തമം. ഉമ്മു ഹുമൈദ് സായിദി എന്ന സ്ത്രീ പ്രവാചക സന്നിധിയിൽ വന്ന് പറഞ്ഞു, അല്ലാഹുവിന്റെ ദൂതരെ, താങ്കളുടെ കൂടെ നിസ്കരിക്കണമെന്ന് എനിക്ക് അതിയായ ആഗ്രഹമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിനക്ക് എന്റെ കൂടെ നിസ്കരിക്കാൻ ആഗ്രഹമുണ്ടെന്നത് എനിക്കറിയാമെങ്കിലും നിനക്ക് നിന്റെ വീട്ടിലുള്ള നിസ്കാരമാണ് നിന്റെ പള്ളിയിലുള്ള നിസ്കാരത്തിനേക്കാൾ ഉത്തമം എന്ന് പറഞ്ഞു. എന്നിട്ട് ശേഷം അതിക്കുറിപ്പിൽ പറയുന്നു, പള്ളിയിൽ വെച്ചുള്ള ജമാഅത്തുകൾക്ക് വലിയ പ്രതിഫലമുണ്ടായിട്ടും സ്ത്രീകളുടെ നിസ്കാരങ്ങൾ വീട്ടിൽ വെച്ചതാകുന്നതാണ് ഉത്തമമെന്ന് ഈ ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കാം. 2008-ലെ KNMന്റെ ഔദ്യോഗിക KNMന്റെ കീഴിലുള്ള ഇന്ത്യൻ ഇസ്ലാഹി സെന്ററിന്റെ പുസ്തകമാണ് എന്റെ കയ്യിലുള്ളത്. അപ്പോ സ്ത്രീകൾ പള്ളിയിൽ പോയിട്ടില്ലെങ്കിൽ കാഫിറാകുമെന്ന് പറഞ്ഞവൾ ഇപ്പോൾ സ്ത്രീകൾ പള്ളിയിൽ നിസ്കരിക്കലല്ല വീട്ടിൽ നിസ്കരിക്കലാണ് ഉത്തമമെന്ന് പറയുന്നു. ആർക്കാണ് നിലപാടിൽ മാറ്റമുണ്ടായത്? നിങ്ങൾ മനസ്സിലാക്കണം. നിലപാടിലെ മാറ്റം ഒന്നിന് പിറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് അവിടെ ഉമർ മൗലവി പറഞ്ഞു, നിർബന്ധമില്ല. സംവാദത്തിന് വ്യവസ്ഥ എഴുതിയപ്പോ പൈങ്ങോട്ടൂർ സംവാദത്തിന്റെ വ്യവസ്ഥയാണ് എന്റെ കയ്യിലുള്ളത്. നോക്കൂ നിങ്ങൾ, പൈങ്ങോട്ടൂരിൽ വെച്ച് പറഞ്ഞത് സ്ത്രീകൾക്ക് പള്ളിയിൽ പോലെ അനുവദനീയമാണ്. അപ്പൊ നമ്മൾ ചോദിച്ചു, അനുവദനീയം എന്ന് പറഞ്ഞാൽ എന്താണ്? സുന്നത്താണെന്നാണോ വാജിബാണെന്നാണോ? അതല്ല വെറും മുബാഹ്, കൂലിയില്ല ശിക്ഷയില്ല, അതാണോ? അപ്പൊ അവര് പറഞ്ഞു അത് എന്താണെന്നറിയുമോ? അത് അനുവദനീയം എന്നത് മുബാഹ് എന്നതിന്റെ മലയാള പരിഭാഷയാണ്. അതായത് കൂലിയില്ല കുറ്റമില്ല. പൈങ്ങോട്ട് സംവാദത്തിന്റെ വ്യവസ്ഥയാണ് എന്റെ കയ്യിലുള്ളത്. ആർക്കാണ് നിലപാടിൽ മാറ്റമുണ്ടായത്? പറയണം നിങ്ങൾ. കഴിഞ്ഞില്ല, ഇവിടെ വ്യവസ്ഥ എഴുതിയപ്പോഴോ പുതിയ വാദവുമായാണ് വന്നത്. എന്താ? അത് മുബാഹുമാണ് പുണ്യവുമാണ്. മുബാഹുമാണ് പുണ്യവുമാണ്. അന്തമുള്ള ഏതെങ്കിലും ഒരാളുണ്ടെങ്കിൽ അങ്ങനെ പറയുമോ? മുബാഹ് കൂലിയില്ല കുറ്റമില്ല, പിന്നെ പുണ്യോ കൂലിയുണ്ട് താനും. ഇങ്ങനൊരു വാദം, ഒരു വിചിത്രമായ വാദമാണ് ഇവിടെ ഉന്നയിച്ചത്. ഇങ്ങനെ വ്യവസ്ഥകളിൽ നിലപാടുകളിൽ നിരന്തരമായി
പുണ്യമായി മാറിക്കൊണ്ടിരിക്കുന്നവർ. ഞങ്ങൾക്ക് നിലപാടിൽ എവിടെയാണ് മാറ്റം സംഭവിച്ചത്? ഞങ്ങൾ അന്ന് പറഞ്ഞതും പുണ്യമില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ പറയുന്നതും പുണ്യമില്ല. പക്ഷെ പുണ്യമില്ലാത്ത കാര്യം ചിലപ്പോൾ ഹറാമാകാം, ചിലപ്പോൾ കറാഹത്താകാം. അതാണ് മഹാനായ എ.പി. ഉസ്താദ് ഹറാമാണെന്ന് പറഞ്ഞത്. ഇപ്പോഴും ഞങ്ങൾ ആ നിലപാടിൽ തന്നെയാണുള്ളത്. പക്ഷേ അത് നിബന്ധനകളുണ്ട്. മൊത്തത്തിൽ സ്ത്രീകൾ പള്ളിയിൽ പോയി നിസ്കരിക്കൽ, അതിന് വിധി. അതാണ് ഞങ്ങൾ പറഞ്ഞത് പുണ്യമില്ല. പുണ്യമില്ലാത്തത് ചിലപ്പോൾ ഹറാമാകാം, ചിലപ്പോൾ കറാഹത്താകാം. അതിൽ നിലപാടിൽ മാറ്റമില്ല. പക്ഷെ നിങ്ങൾക്ക് നിലപാടിൽ മാറ്റമുണ്ടായി. ഞാൻ പറയുന്നു, ഷാഫി ഇമാം രണ്ടാമതായി പറഞ്ഞത് എന്താ? നിർബന്ധമില്ല എന്ന് പറഞ്ഞു. പിന്നെയോ സുന്നത്തുമില്ല, സുന്നത്തുമില്ല. തെളിവ് പിടിച്ചോ? വഖദ് കാന മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസാഉൻ മിൻ അഹ്ലി ബൈത്തി. അല്ലാഹുവിന്റെ റസൂലിന് ധാരാളം ഭാര്യമാരുണ്ടായിരുന്നല്ലോ. വബനാത്തി, പെൺകുട്ടികളുണ്ടായിരുന്നല്ലോ. അതുപോലെ തന്നെ മൗലയാത്തി, അവിടുന്ന് അടിമ സ്ത്രീകൾ ഉണ്ടായിരുന്നല്ലോ. വഖദമിഹി, വൃത്യകളുണ്ടായിരുന്നുവല്ലോ. വഖദമി അഹ്ലി ബൈത്തിഹി, അഹ്ലി ബൈത്തിലും വൃത്യകൾ ഉണ്ടായിരുന്നുവല്ലോ. ഫമാലിംതുന്ന മിൻഹുന്ന ഇംറഅതൻ, പക്ഷേ എനിക്കറിയില്ല, ഇംറഅതൻ, ഒരു പെണ്ണിനെയും അറിയില്ല. ഖറജത് ഇലാ ശുഹൂദി ജുമുഅത്തിൻ, ഏതെങ്കിലും ഒരു ജുമുഅക്ക് പങ്കെടുത്തതായി എനിക്കറിയില്ല. നബിയുടെ ഭാര്യമാർ മാത്രമല്ല, പെൺകുട്ടികൾ മാത്രമല്ല, വൃത്യകൾ മാത്രമല്ല, അവിടുത്തെ കുടുംബവുമായി ബന്ധപ്പെട്ട ഒരു പെണ്ണും ഒരു ജുമുഅക്കും ഒരു ജമാഅത്തിനും പോയിട്ടില്ല എന്ന് മഹാനായ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു. കഴിഞ്ഞില്ല, വലാ ഇലാ ജമാഅത്തിൻ വൈരിഹ, ഫീലൈലിൻ, രാത്രി പോയിട്ടില്ല. ഔ നഹാരിൻ, പകലിലും പോയിട്ടില്ല. വലാ ഇലാ മസ്ജിദ് ഖുബാ, ഖുബാ മസ്ജിദിലും പോയിട്ടില്ല. ഫഖദ് കാന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യതി റാഖിബൻ വമാശിയ, വലാ ഇലാ വൈരിഹി മിനൽ മസാജിദ്, മറ്റു ഒരു പള്ളിയിലും പോയിട്ടില്ല. എന്നിട്ട് ഷാഫി ഇമാം പറയാ, അലൽ ഖൈരി അഹ്റസ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാർക്ക് പുണ്യം ഉണ്ടായിട്ട് പോകാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ എനിക്കത് വിശ്വസിക്കാൻ കഴിയണില്ല. മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറയാ, അതുകൊണ്ട് വബിഹിയായാലും ഏറ്റവും പുണ്യം അറിയുന്നത് അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യമാരല്ലേ. വഅന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലം യകുൽ യദഅമുറഹുന്ന ബിമാ യജിബു അലൈഹിന്ന, എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ അവർക്ക് നിർബന്ധമുള്ള ഒരു കാര്യം കൽപ്പിക്കാതിരിക്കുകയോ? ഞാനത് വിശ്വസിക്കുന്നില്ല. വഅലൈഹി ഫീഹിന്ന, അവരുടെ കാര്യത്തിൽ അല്ലാഹുവിന്റെ റസൂലിന് നിർബന്ധമുള്ള കാര്യം അവരോട് നിർദ്ദേശിക്കാതിരിക്കുകയോ? ഞാനങ്ങനെ വിശ്വസിക്കുന്നില്ല. കഴിഞ്ഞില്ല, വമാ ലഹുന്ന ഫീഹി മിനൽ ഖൈർ, നന്മയായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ പോകാൻ പറയില്ലേ? പോയിക്കോ, നീ പോയിക്കോ എന്ന് പറയുമായിരുന്നില്ലേ? ഉണ്ടായിട്ടില്ല. വഇല്ലം യജിബു അലൈഹിന്ന, നിർബന്ധമില്ല, എന്നാ ഒരു പുണ്യെങ്കിലും ഉണ്ടെങ്കിൽ എന്നാ അല്ലാഹുവിന്റെ റസൂൽ പറയുമായിരുന്നില്ലേ? അതുകൊണ്ട് സുന്നത്തുമില്ല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, കമാ അമറഹുൻ നബി സ്വദഖാത്ത്, സ്വദഖ കൊടുക്കാൻ പറഞ്ഞില്ലേ? സുന്നത്തല്ലേ. വസുനൻ, ഒരുപാട് സുന്നത്തുകൾ പറഞ്ഞില്ലേ? കൂട്ടത്തിൽ നീ പള്ളിയിൽ പോയിക്കോ എന്ന് പറഞ്ഞോ? ഇല്ല. അതുകൊണ്ട് നിർബന്ധമില്ല, സുന്നത്തുമില്ല. വലൈസ ഫീ ഖുറൂജിഹ അയ്യു ഫളിൻ, അടുത്ത പോയിന്റ് എന്ത്? പുണ്യവുമില്ല, സുന്നത്തില്ല എന്ന് മാത്രമല്ല, സാങ്കേതികമായ സുന്നത്തില്ല എന്ന് മാത്രമല്ല, ഒരു നിലക്കുള്ള ഒരു മഹത്വവും ഒരു പുണ്യവുമില്ല. മഹാനായ ഇമാം ശാഫിഈ, وما علمت أحدا من سلف المسلمين أمر أحدا من نسائه, എനിക്കറിയില്ല മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരാൾ, സലഫുൽ മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ, മുൻഗാമി സലഫികൾ എന്നല്ലേ പറയുന്നത്, പക്ഷേ സലഫുകളിൽ ഏതെങ്കിലും ഒരാൾ അറിയില്ല എനിക്ക് എന്ത് അവർ കൽപ്പിച്ചു, ബീതിയാനി ജുമുഅത്തിൻ വലാ ജമാഅത്തിൻ, ജുമുഅക്കും ജമാഅത്തിനും വരേണ്ട എന്ന് കൽപ്പിച്ചതായിട്ട്, എനിക്ക് വരാൻ വേണ്ടി കൽപ്പിച്ചതായിട്ട് എനിക്കറിയില്ല. മിൻ ലൈലിൻ, രാത്രിയോ, വലാനഹാരിൻ, പകലുമോ, വലൗകാന ലഹുന്ന ഫീ ദാലിക ഫളലുൻ, വല്ല മഹത്വവും വല്ല പുണ്യവും അവർക്കുണ്ടായിരുന്നുവെങ്കിൽ അമറൂഹുന്ന ബിഹി, കൽപ്പിക്കുമായിരുന്നില്ലേ? ആരാ പറയുന്നത്? 10,000 ഹദീസുകൾ 3 രാത്രി കൊണ്ട് മനഃപ്പാടമാക്കിയ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ഒരു ഹദീസിന്റെ സനദ് പോലും അറിയാത്ത ആളുകളാണോ ഇമാം ശാഫിഈനെ ഗണ്ണിക്കാൻ വരുന്നത്? ഫീഹി ഇല്ലത്താനി എന്ന് പറയുമ്പോ അത് മഹാനായ അൽബാനി പോലും ആരെക്കുറിച്ചാ പറഞ്ഞത്? ഏത് ഹദീസിനെ കുറിച്ചാ പറഞ്ഞത്? മഹാനായ ഈസാ നബി അലൈഹിസ്സലാം. നമുക്കറിയാം ഈസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബറിന്റെ അരികിൽ വന്ന് യാ മുഹമ്മദ് എന്ന് വിളിക്കുന്ന ഹദീസിനെ കുറിച്ചല്ല. എന്നിട്ട് അതുപോലും തിരിയാത്ത ആളുകളാണ് ഇപ്പൊ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞതിന് ഗണ്ണിക്കാൻ വരുന്നത്. നോക്കൂ നിങ്ങൾ, കാലമേ നിന്റെ വികൃതികൾ എത്രമാത്രം കൗതുകകരമായിരിക്കുന്നു. നോക്കൂ നിങ്ങൾ, വലൈസ ഫീ ഖുറൂജിഹ അയ്യു ഫളിൻ. നോക്കൂ, ലം യഅ്ദൻ ലഹു സലഫു, കഴിഞ്ഞില്ല, ലം യഅ്ദൻ ലഹു സലഫു, സലഫുകൾ അതിന് അനുവാദവും കൊടുത്തില്ല. പുണ്യമില്ല എന്ന് മാത്രമല്ല, അനുവാദവും കൊടുത്തില്ല. ഇബാറത്ത് വായിക്കട്ടെ, വലൗ കാന ലഹുന്ന ഫീ ദാലിക ഫളുൻ, വല്ല പുണ്യവുമുണ്ടെങ്കിൽ അമറൂഹുന്ന ബിഹി, സലഫുകൾ കൽപ്പിക്കില്ലേ? വഅദിനൂ ലഹുന്ന, അവര് സമ്മതം കൊടുക്കില്ലേ? സമ്മതം കൊടുത്തിട്ടില്ല. ആര്?
സലഫു സ്വാലിഹീകളൊന്നും തന്നെ സ്ത്രീകളെ പള്ളിയിൽ പോകാൻ സമ്മതം കൊടുത്തിട്ടില്ല. ആരാ പറയുന്നത്? ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി. കഴിഞ്ഞില്ല, ലൈസ അലൽ വലിയ ഇതിനു. ഈ ആദ്യം പറഞ്ഞ എന്റെ ഇബാറത്തുകളെ ശേഷമുള്ളതാണ് ഷാഫി മാമിന്റെ പേര് ഞാൻ കള്ളം പറഞ്ഞു എന്ന് പറഞ്ഞ ലൈസ അലൽ ഇതിന് അലൽ വലിയ ഇതിനു. അത് ഇനി വലിയന് അങ്ങനെ സമ്മതം കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? അതുമില്ല. ഇമാം ഷാഫി പറയുന്നു, മാലിംതു അഹദൻ മിനൽ മുഫ്തീന, ഏതെങ്കിലും ഒരു ഫത്വ കൊടുക്കുന്ന ആളുകളെ എനിക്കറിയില്ല, യുഖാലിഫു ഭിന്നാഭിപ്രായമുള്ളതായിട്ട് ഏത് വിഷയത്തിൽ, ഫി അൻ ലൈസ അലർ റജുലി, മനുഷ്യന്റെ മേലിലില്ല, പുരുഷന്റെ മേലിലില്ല, അൽ ഇദ്നു അനുവാദം കൊടുക്കൽ,